ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ കോഴിക്കോട് അത്തോളി സ്വദേശിക്ക് നഷ്ടമായത് 1.26 കോടി രൂപ. ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വൻതുക ലാഭം വാഗ്ദാനം ചെയ്യുന്ന സംഘങ്ങളുടെ തട്ടിപ്പിലാണ് അത്തോളി സ്വദേശിയായ റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥൻ കുടുങ്ങിയത്. ഇംതിയാസ് കരീമുണ്ട് വിശദാംശങ്ങളുമായി. ഇംതിയാസ്, ഇത്തരം തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വ്യാപകമാവുകയാണ്. എപ്പോഴന്വേഷിച്ചിരുന്നാലും അതിന്റെ ഉറവിടമെന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായിരിക്കും. ഈ കേസിലും അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? അനശ്വര സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാപകമായി ഈ ഓൺലൈൻ തട്ടിപ്പുകൾ കേരളത്തിൽ ഉടനീളം നടക്കുന്നുണ്ട്. അതിന്റെ പിന്നിൽ പലപ്പോഴും പ്രതികളെ അന്വേഷിച്ചു പോകുമ്പോൾ അത് മറ്റു സംസ്ഥാനങ്ങളിലുള്ള അക്കൗണ്ടുകൾ, മറ്റു സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകളോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള വാട്സാപ്പ് പ്രൊഫൈലുകളോ ഒക്കെയാണ് സാധാരണഗതിയിൽ അന്വേഷിച്ചു വരുമ്പോൾ സൈബർ പോലീസിന് കിട്ടാറുള്ളത്. ഇതിപ്പോൾ അത്തോളി സ്വദേശിയായിട്ടുള്ള റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സാധാരണഗതിയിൽ നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ ഓൺലൈനായിട്ട് ട്രേഡിംഗ് പഠിക്കാമെന്ന രീതിയിലുള്ള പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പരസ്യമാണ് ഇദ്ദേഹത്തിന് വിനയായി മാറിയത് എന്നുള്ളതാണ് കാര്യം. ഓൺലൈൻ വാട്സപ്പിൽ ഒരു സന്ദേശം വരുന്നു. അങ്ങനെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓൺലൈൻ ട്രേഡിംഗിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ അത്തോളി സ്വദേശിയായിട്ടുള്ള തട്ടിപ്പിനിരയായ ഇയാൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുകയും ചെയ്തു. പിന്നീട് അതിൽ ക്ലാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മെസ്സേജുകളൊക്കെ വന്നിരുന്നു. ഘട്ടം ഘട്ടമായിട്ട് പണം നിക്ഷേപിക്കണമെന്നായിരുന്നു ആ ഗ്രൂപ്പ് അഡ്മിന്റെ നിർദ്ദേശം. അത് പ്രകാരം ഇയാൾ ഘട്ടം ഘട്ടമായി പണം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരിടയ്ക്ക് ഈ നിക്ഷേപിച്ച പണം തിരിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് അത് തിരിച്ചു ലഭിക്കുന്നില്ല എന്ന കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലായത്, തട്ടിപ്പിനിരയായി എന്ന് മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ പലതവണ പറഞ്ഞ്, അതായത് ആദ്യഘട്ടത്തിൽ പണം നിക്ഷേപിക്കുമ്പോൾ അതിന് പ്രോഫിറ്റായിട്ട് ചില തുകകളൊക്കെ ഇവർ കൊടുത്തിരുന്നു. അങ്ങനെ വിശ്വസിപ്പിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ മുന്നോട്ട് പോയത്. അങ്ങനെ 1.26 കോടിയോളം രൂപ ഈ തരത്തിൽ ഇദ്ദേഹം നിക്ഷേപിച്ചു എന്നുള്ളതാണ് കാര്യം. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ചാറ്റ് ചെയ്യുന്നു. അങ്ങനെ ചാറ്റ് ചെയ്ത് ഇവരുമായി പല സൗഹൃദം സ്ഥാപിക്കുന്നു. അങ്ങനെ സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷമാണ് ഇത്തരം ഒരു വാട്സപ്പ് ലിങ്കിലേക്കും പിന്നീട് ഗ്രൂപ്പിലേക്കും ഒക്കെ എത്തുന്ന കാര്യങ്ങൾ നടക്കുന്നത്. എന്തായാലും അത്തോളി പോലീസും സൈബർ പോലീസും ഇതിലിപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ വാട്സപ്പ് ഗ്രൂപ്പ്, അതിലുള്ള ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നത്. ഒരു പക്ഷേ പ്രതിയെ പിടികൂടാനാകുമെന്ന ഒരു കാര്യവും പോലീസ് പറയുന്നുണ്ട്. അനശ്വര.